അമ്പു ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും. അതെന്താ ഈ വിരലും കൊണ്ട് ചൂണ്ടുന്നത്? അതെന്താ മര്യാദക്ക് മേടിച്ചോടുന്ന? അല്ല, മേടിച്ചാ പറ്റൂന്ന അങ്ങനെ എന്തോ നമ്മുടെ വിരല് ചൂണ്ടിയ പോലെ. അത് നന്നായി. അപ്പൊ പറയണം. കോളിഫ്ലവർ ഒരു കറി, കോളിഫ്ലവറും എന്താ ഇത്ര ബഹുമാനൊക്കെ പറയട്ടെ എന്നൊക്കെ. കുറച്ച് ഉരുളൻകിഴങ്ങ്, പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ: സവോള, തക്കാളി, മുളക് പൊടി, മല്ലിയില, പച്ചമുളക്, ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ച കൊത്തമല്ലി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ച കൊത്തമല്ലി, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, എന്തൊക്കെ? പച്ചമല്ലി, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ പെരിഞ്ചീരകം. അമ്മയ്ക്ക് എന്നെ മറന്നുപോയി എന്തൊക്കെയാണെന്നുള്ളത്. എന്താ ഇന്ന് ഭയങ്കര മര്യാദ? പറയട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ അങ്ങനെയൊക്കെ? ഇന്ന് ഇത്ര എക്സ്ട്രാordinary റെസ്പെക്റ്റ് ഒക്കെ ആയിട്ടുണ്ടല്ലോ. എന്തൊരു കാര്യമുണ്ട്? അല്ലെങ്കിൽ നിക്ക് ഞാൻ പറയട്ടെ, അങ്ങനെയല്ല പറയാ. പറയട്ടെ അനുവാദമൊക്കെ ചോദിച്ചിട്ട് പറയണമ്മ. ഈ മനുഷ്യന്മാരുടെ കാര്യം ഒന്നും പിടികിട്ടില്ല രമ. മനുഷ്യൻ തന്നെ ഒരു മായാജാലാണ് നമുക്ക് തോന്നിപ്പോയിണ്ടോ? എനിക്ക് എപ്പോഴോ തോന്നിയിട്ടുണ്ടോ? എന്നാ ഞാൻ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞു തരാം കേട്ടോ. ആര് എപ്പോ എങ്ങനെയെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ഒരാൾ മരിച്ചു. മരിച്ചിട്ട് നേരെ പടച്ചോൻ്റെ അടുത്ത് പോയി. പടച്ചോൻ വിളിച്ചു. പടച്ചോൻ്റെ അടുത്ത് പോയാൽ ഒന്ന് കാണണമല്ലോ പടച്ചോനെ. അപ്പോൾ പടച്ചോൻ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ അടുത്ത് പോയി കാണുമ്പോൾ ഈ പടച്ചോനെ കണ്ട രൂപയല്ല പടച്ചോൻ്റെ. അപ്പോൾ പടച്ചോന് ദേഷ്യം തോന്നി. നീ നോക്കണെന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ പ്രാർത്ഥിച്ച രൂപത്തിലല്ല ഞാൻ ഇരിക്കുന്നത് പറഞ്ഞിട്ടല്ലേ അതിന് പല പല രൂപങ്ങൾ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തു. മനുഷ്യൻ ഞെട്ടി. എന്താണ് പടച്ചോനെ ഇത്? നീ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഞങ്ങളുടെ ഭൂലോകത്തിൽ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ രൂപം നിൽക്കേണ്ടത്. എന്താ ഇത് സംഭവം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ തന്നെ അല്ലടാ മക്കളെ നിങ്ങൾ ഭൂമിയിൽ കാണിക്കണത്. ഒരു രൂപത്തിലാണോ നിങ്ങൾ ജീവിക്കണത്? പല ഭാവത്തിലും പല രൂപത്തിലും അല്ലേ? അപ്പോൾ പിന്നെ നിന്നെയൊക്കെ സൃഷ്ടിച്ച ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ, നിങ്ങളുടെ പടച്ചോന്നും ദൈവം എങ്ങനെ വിളിച്ചാലും ഞാൻ ഏതൊക്കെ രൂപത്തിൽ വേണം നിങ്ങളെ കളിച്ചു തരാം. എങ്ങനെയുണ്ട്? ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മനുഷ്യന് ഭയങ്കര ധൃതിയായി. പടച്ചോനെ എനിക്ക് പെട്ടെന്ന് തന്നെ സ്വർഗം കാണണം. അപ്പോൾ പടച്ചോൻ ഒന്ന് തുറച്ച് നോക്കി, നീ ഒന്ന് ക്ഷമിക്ക് എന്നുള്ള രീതിയിൽ പടച്ചോൻ നോക്കുന്നുണ്ട്. പക്ഷെ വിടുന്നില്ല. പടച്ചോനെ എവിടെ സ്വർഗം? വാതിൽ തുറക്കിയെന്ന് അങ്ങോട്ടൊന്ന് വിട്, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടേന്ന്. അപ്പോൾ പടച്ചോന്ന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, എന്തുട്ട് സ്വർഗാണ്ടാ? നീ എന്ത് സ്വർഗം എന്നാ നീ പറയണത്? എടാ പഹയാ, നീ വന്നില്ലേ ഒരു സ്ഥലം? അതന്നെയാണ്ടാ സ്വർഗം. ഇവിടെ ഒരു സ്വർഗമില്ല. ഇവിടെ ഒരു സ്വർഗമില്ല, ഒരു കുന്തമില്ല. മനസ്സിലായില്ലേ എനിക്ക്? അതെന്താ പടച്ചോനെ എങ്ങനെ പറഞ്ഞത്? ചെറുപ്പം മുതൽ ഞങ്ങളെല്ലാവരും മരിച്ചതിന് ശേഷം ഒരു സ്വർഗമുണ്ട് വന്നിട്ട് ഇരിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് നീ പറയാണ് ഇവിടെ ഒന്നും സ്വർഗമില്ല, വന്നാണ് സ്വർഗം എന്ന് പറയുന്നത്. എന്ത് ന്യായമാണ്? പടച്ചോൻ പറ്റിക്കരുത് കേട്ടോ പറഞ്ഞു. അപ്പോൾ പടച്ചോൻ പറഞ്ഞു, പൊന്നു മോനെ ഇങ്ങോട്ട് കേൾക്ക്. അവിടെ ഒരു ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ എന്തൊക്കെയുണ്ട്? കടലുണ്ട്, പുഴയുണ്ട്, ആകാശമുണ്ട്, നക്ഷത്രമുണ്ട്, ആടുണ്ട്, മാടുണ്ട്, പോത്തുണ്ട്, കോഴിയുണ്ട്, പുഴുവുണ്ട്, പാറ്റയുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അമ്മായിയുണ്ട്, ചെറിയച്ഛനുണ്ട്, വല്യച്ഛനുണ്ട്, അയൽപ്പക്കക്കാരുണ്ട്, അയൽപ്പക്കത്ത് ആൻറ്റിയുണ്ട്, അപ്പുറത്തെ വീട്ടിലെ സിസ്റ്ററുണ്ട്, നിനക്ക് സ്വന്തമായിട്ടൊരു സിസ്റ്ററുണ്ട്. ഈ ഭൂമിയിൽ എന്ത് വേണമെങ്കിലും നിനക്ക് ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടാനും ഫ്രണ്ട്ഷിപ്പ് ചെയ്യാനും ഇഷ്ടംപോലെ ലോകം മുഴുവൻ നിനക്ക് ആൾക്കാരുണ്ട്. ഇതെന്തെങ്കിലും നീ ഇവിടെ കണ്ടോ? ഈ സ്വർഗത്തിൽ ഞാനുണ്ട്. കുപ്പായം കൂടി ഇടാൻ പറ്റുന്ന നീയുണ്ട്. കുപ്പായം ഇടാൻ പറ്റില്ല, ആത്മാവിന് വസ്ത്രം ധരിക്കാൻ പറ്റില്ലല്ലോ. അതും കൂടി ഇടാൻ പറ്റുന്ന നീയുണ്ട്. നിന്റെ ആഗ്രഹത്തിന് മുഴുവനുള്ളത് ഭൂമിയിൽ ഉണ്ടാകുന്നില്ലേ? എന്തൊക്കെ ഉണ്ടായിരുന്നു? കാടുണ്ടായിരുന്നു, പുഴയുണ്ടായിരുന്നു, കടലുണ്ടായിരുന്നു, നക്ഷത്രം ഉണ്ടായിരുന്നു, ചന്ദ്രൻ ഉണ്ടായിരുന്നു, സൂര്യൻ ഉണ്ടായിരുന്നു, അമ്മാവനുണ്ടായിരുന്നു, ചെറിയച്ഛനുണ്ടായിരുന്നു, അമ്മായി ഉണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു. ഓരോരുത്തർ നിന്റെ ഇഷ്ടത്തിൽ നീ ഏതൊക്കെ രൂപത്തിൽ വേണം അങ്ങനെയൊക്കെ വിളിച്ചാലും വിളിയൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ആ ലോകം വിട്ടിട്ട് വീണ്ടും വന്നൊരു ചോദിക്കുകയാണ്, എനിക്കൊരു സ്വർഗം എങ്ങനെയുണ്ട് കാണണം പറഞ്ഞ്. ഒരു മനുഷ്യന് ഒരൊറ്റ ഓപ്ഷനാണുള്ളൂ. ഒരു ഭാഷ മാത്രം സ്വർഗത്തേക്ക് അയക്കാൻ പറ്റില്ല. ഈ രണ്ട് സ്വർഗം കാണിച്ചാൽ എനിക്ക് സാധിക്കില്ല. പ്രകൃതി രമ്യമായ ഇത്രയും നല്ല സ്വർഗത്തിനെ വിട്ടിട്ട് പഹയ നീ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, സ്വർഗം എവിടെ വാതിൽ തീർക്കൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എവിടെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്? സ്വർഗം എവിടെ വാതിൽ തുറക്കൂ. അപ്പോൾ
എടാ മനുഷ്യ, ഇത്രയും നല്ല സ്വർഗം, ഇത്രയും ഭംഗിയുള്ളൊരു സൃഷ്ടി ഞാൻ വേറെ സൃഷ്ടിച്ചിട്ടില്ല. അവിടെ ഉണ്ടായിട്ട് നീ ഇവിടെ വന്നിട്ട് സ്വർഗം എവിടെ വാതിൽ തുറക്കും? ഇവിടെ ആകാശം കാണാനുണ്ടോ? നക്ഷത്രം കാണാനുണ്ടോ? എന്നെ ഇപ്പം കാണാം, കുറച്ച് കഴിഞ്ഞാൽ കാണില്ല. കാരണം നിന്നെപ്പോലെ അനേകമായിരം പേർക്ക് ഞാൻ ഉപദേശം നൽകണം. അതുകൊണ്ട് മണ്ടനായ മനുഷ്യ, നീ വന്ന തന്നെയാണ് സ്വർഗം. മണ്ടനായ മനുഷ്യ, നീ വന്ന തന്നെയാണ് സ്വർഗം. ഒരൊറ്റ സ്വർഗ്ഗമുള്ളൂ മനുഷ്യന്, അത് ഭൂമിയാണ്. അത് ഒരു വട്ടം മാത്രമേ കൊടുക്കുള്ളൂ. ഈ രണ്ട് ഓപ്ഷൻ ഇല്ല. രണ്ട് സ്വർഗം ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇല്ല സ്വർഗം നീ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഇന്ന് സ്വർഗ്ഗമില്ല പറഞ്ഞു. അപ്പൊ മനുഷ്യന് പിന്നെന്തായാലും ദുരാഗ്രഹം. സപ്പോർട്ട് ഇട്ടു. അപ്പൊ മനുഷ്യൻ ചോദിക്കണമ്മ, ശരി ഇപ്പം എന്തോ ആയി, ഞാനൊരു ആത്മാവല്ലേ, എൻ്റെ കാര്യങ്ങളൊക്കെ ഭൂമിയിലുള്ളവർ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, എനിക്കൊരു ശരീരം വേണമല്ലോ, വീണ്ടും എനിക്കൊരു പുനർജന്മം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, എന്നെ വേഗം പുതിയൊരു രൂപത്തേക്ക് മാറ്റിയിട്ട് പുതിയൊരു മനുഷ്യനാക്കിയിട്ട് ഭൂമിയിലേക്ക് വീണ്ടും അയക്കൂ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എവിടേക്കാത്ത ദേഷ്യം വന്നു. എന്ത് പറഞ്ഞറിയോ? നിന്നെയൊക്കെ വീണ്ടും ആ ഭൂമിയിലേക്ക് അയക്കുക. എടാ, ഈ 2024-25 കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ കണ്ട പോലെ കുരുത്തം കെട്ട മനുഷ്യരെ ഞാൻ ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല. അതുപോലെ കലികാലം ഇങ്ങനെ മെച്ചൊരു കലികാലാവെന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല. അത് കാരണം കൊണ്ട് ഭഗവാനായ ഞാൻ പോലും ഈ വന്നല്ലോ, സമയമായല്ലോ വരൂ എന്നിട്ട് പള്ളിയിലോ അമ്പലത്തിലൊക്കെ എന്നെ മാടി പിടിച്ചുകൊണ്ടുണ്ട്. വരാത്ത എന്താണെന്നോ മനുഷ്യ, നിന്നെയൊക്കെ പേടിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാർക്ക് മുഴുവൻ ഞാൻ പുനർജന്മം കൊടുക്കും, പക്ഷെ കേട്ടാ നീ ഞെട്ടും പറഞ്ഞു. അപ്പൊ എന്താണ് എൻ്റെ പുനർജന്മം എന്ന് ഭയങ്കര ആഗ്രഹത്തോടെ ചോദിക്കുകയാണ്. ഭഗവാനെ ഒന്ന് പറയൂ. തക്കാളി അപ്പോൾ എന്താണ് എൻ്റെ പുനർജന്മം ഒന്ന് പറയൂ ഭഗവാനെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതാ കാണുന്ന കണ്ടില്ല ഒരു ശരീരം പറഞ്ഞു, ജീവനില്ലാത്തൊരു കാക്ക. ആ ജീവനില്ലാത്തൊരു കാക്കയുടെ രൂപം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് നിൻ്റെ ആത്മാവ് പോണത് പറഞ്ഞു. ഭഗവാനെ, ഞാൻ കാക്കയോ എൻ്റെ ഒരു മനുഷ്യനാക്കി സൃഷ്ടിക്കുക, ഒരു സ്ത്രീയോ പുരുഷനോ എന്തെങ്കിലും ആക്കിയാലും കുഴപ്പമില്ല, എന്തിനാ എന്നെ കാക്കയാക്കണത് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മകനെ, നീയൊക്കെ കൂടി ഞാൻ തന്നൊരു ലോകം ഉണ്ടല്ലോ, ആ ലോകം എന്താ ചെയ്തത്? ഒത്തൊരുമയോടെ സന്തോഷത്തോടെ നിങ്ങളുടെ അടുത്തൊക്കെ ജീവിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഒത്തൊരുമയോടെ ജീവിച്ചില്ല, സന്തോഷത്തോടെ ജീവിച്ചില്ല. ഒരുപാട് വർണ്ണങ്ങളുണ്ടാക്കി, ഒരുപാട് ജാതികളുണ്ടാക്കി, മതങ്ങളുണ്ടാക്കി, എന്നെ തന്നെ കുഴൽ വിടുവിച്ചു, താടി വിടിച്ചു, മുടി വിടുവിച്ചു, അങ്ങനെ പല രൂപത്തിൽ എന്നെ തന്നെ പല രൂപത്തിൽ നിങ്ങൾ സൃഷ്ടിച്ചു. അതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് നിറത്തിന് വ്യത്യാസം, ജാതിക്ക് വ്യത്യാസം, മതത്തിന് വ്യത്യാസം പറഞ്ഞത് നിങ്ങളുടെ അടിപിടി കൂടുതൽ എനിക്ക് കാണാൻ വയ്യ. അപ്പം നിങ്ങളുടെ ഈ അടിപിടി കൂടുതലൊന്നും എനിക്ക് കാണാൻ വയ്യ. അത് കാരണം കൊണ്ട് മനുഷ്യ, ഈ കാലഘട്ടത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പോയിട്ട് കാക്കയാവൂ പറഞ്ഞു. അപ്പം മനുഷ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് കാക്ക? അപ്പോൾ പടച്ചവൻ പറഞ്ഞു, മനുഷ്യ, ഈ കാക്കയുണ്ടല്ലോ കാക്ക, ഇത് ഒരു ഭഗവാനൊക്കെ 2 പ്രാവശ്യം പറയും. ഓ ആക്കിയതാണല്ലേ. അല്ല, 2 പ്രാവശ്യം പറഞ്ഞോന്ന് ചോദിച്ചതാ. കുറച്ച് മഞ്ഞപ്പൊടി അല്ല, 2 പ്രാവശ്യമൊക്കെ ഭഗവാൻ പറഞ്ഞോന്ന്. അപ്പൊ ഈ കാക്കയുണ്ടല്ലോ കാക്ക, ഇതിനൊരു ഒത്തൊരുമയുണ്ട്. എന്ന് വെച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം എവിടെയെങ്കിലും കണ്ടാലും ബാക്കിയുള്ള കാക്കകളെ മാടി വിളിക്കും. ഇവറ്റങ്ങൾക്ക് മതമില്ല, ജാതിയില്ല, പ്രത്യേകിച്ചൊരു ദൈവമില്ല. അപ്പൊ നിങ്ങളൊക്കെ പോയിട്ട് കാക്കയായി ജനിച്ച് ഒത്തൊരുമ എന്താണെന്ന് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞു. മനുഷ്യൻ വിടുവോ? മനുഷ്യൻ ചോദിച്ചു, ഭഗവാനെ, പഠിച്ചോനോ ഭഗവാനോ നിങ്ങൾ ആരോ ആയിക്കോളൂ, ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാണ്ട്, ഇത്രയും നല്ലൊരു ഭൂമിനെ സൃഷ്ടിച്ചിട്ട് ഞങ്ങൾ വരുന്ന മനുഷ്യന്മാരിനെയൊക്കെ നിങ്ങൾ കാക്കയാക്കിയിട്ടും പരുന്തായിട്ടൊക്കെ വിട്ടുകഴിഞ്ഞാൽ ആ ഭൂമി എന്തൊരു കൊള്ളാവുന്നു. എടാ മണ്ടം ഗുണമൊക്കെ ദൈവം ഭാഷയൊക്കെ മാറ്റിയിട്ടോ. കാരണം ദൈവം അങ്ങനെയൊക്കെ ആയി. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെല്ലാം ദിവസം വിസിറ്റിങ്ങിന് പോണത്. അപ്പം അങ്ങനെ ആവും, മനസ്സിലായില്ലേ? അപ്പോൾ മണ്ടം ഗുണസ ഒന്ന് കേൾക്കൂ, ഞാൻ ആ ഭൂമിയിൽ പിന്നെ മനുഷ്യരെ ഉണ്ടാക്കും. പക്ഷെ നിങ്ങളെപ്പോലെ ജാതിക്ക് വേണ്ടിയിട്ടും മതത്തിന് വേണ്ടിയിട്ടും നിറത്തിന് വേണ്ടിയിട്ടും സമ്പത്തിന് വേണ്ടിയിട്ടും ഒരു നേരം നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അടുത്തവന് കൊടുക്കരുത്, നീ മാത്രം നിലയ്ക്ക് നിൽക്കണം എന്നുള്ള ആ ഒരു നിന്റെ വർഗ്ഗഗുണം ഉണ്ടല്ലോ, ആ വർഗ്ഗഗുണം മൊത്തം കാക്കയായിട്ട് പോട്ടെ. എന്നിട്ട് ഔറ്റങ്ങളൊക്കെ നല്ല ഒത്തൊരുമ പഠിച്ചിട്ട് ഇനി ഒരു പ്രാവശ്യം കാക്ക ചത്തിട്ട് ഇങ്ങോട്ട് വരില്ലേ, അപ്പം നിന്നെ ഞാൻ മനസ്സിലാക്കാം. മനസ്സിലായില്ലേ?
അപ്പോൾ പറഞ്ഞു, അപ്പം നിങ്ങൾ ഏത് മനുഷ്യനാണ് ഞാൻ ഭൂമിയിലേക്ക് ആക്കി, ഉള്ളവർ മുഴുവൻ എങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പടച്ചവൻ പറഞ്ഞു, എടാ മനുഷ്യ, നിനക്കൊക്കെ ഭൂമിയിൽ എന്തുണ്ട് നോക്കി നടക്കാൻ സമയമില്ല. ആകാശത്ത് ചന്ദ്രമണ്ഡലത്തിൽ എന്തുണ്ട് നോക്കാനാണ് നിനക്ക് സമയം. ഉള്ള ഭൂമിയെ നന്നാക്കാൻ ആദ്യം നോക്കുക, എന്നിട്ട് പോരാ നിനക്ക് ആകാശത്ത് പോക്ക്. നീ എന്താ ചെയ്യുന്നത്? നേരെ ആകാശത്തേക്ക് ഒരു റോക്കറ്റിന്റെ മൂട്ടിൽ തീ കൊളുത്ത് പിടിച്ചിട്ട് അവിടെ എന്താണെന്ന് പറഞ്ഞിട്ട് ആകാശത്ത് കൂടെ പറഞ്ഞിട്ട് അവിടെ നോക്കുകയാണ് നീ. ഭൂമിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാനുള്ള സമയം നിങ്ങളുടെ വിജ്ഞാനികൾക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അങ്ങനെ നിങ്ങളുടെയൊക്കെ സമയം കഴിയുന്ന സമയം വന്നു. എന്തിനു കൂടുതൽ പറയണു? വലിയൊരു പ്രളയം നിന്റെ നാട്ടിലൊക്കെ വന്നല്ലോ, അന്ന് നിനക്ക് മുതുകേരാന്ന് നിനക്ക് ഏറ്റിക്കൊണ്ടുപോകാനും വന്നവരോടൊന്നും നിങ്ങൾ ജാതി മതമൊന്നും ചോദിച്ചില്ല. ജീവൻ രക്ഷിച്ചാൽ മതിയെന്ന് വന്നൊരു ഓടിക്കാരി എല്ലാത്തിനും കയറിയ നിങ്ങൾ അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ ഇന്ന ജാതിക്കാരൻ എൻ്റെയാണ്, ഇന്ന വർഗം എൻ്റെ വർഗ്ഗമാണെന്ന് പറഞ്ഞിട്ട് മനുഷ്യരെന്നെ പല വർഗ്ഗങ്ങളുണ്ടാക്കിയ നിങ്ങളൊന്നും ഇനി ആ ഭൂമിയിൽ വേണ്ട. ഇനി ഞാൻ ആ ഭൂമിയിലേക്ക് അയക്കാൻ പോണത് ആരിനെ അറിയോ? ഒന്ന് മഹാത്മാഗാന്ധിജീനെ, ഒന്നും കൂടി പോയിട്ട് അവിടെ ജനിക്കട്ടെ. വിവേകാനന്ദ സ്വാമിജീനെ, ശ്രീ നാരായണ ഗുരുസ്വാമീനെ, അതുപോലെ സ്നേഹിക്കാൻ ഇനി ആരും ഇല്ല പറഞ്ഞ സലീം അനാർക്കലി, ചിരിക്കല്ല റോമിയോ ജൂലിയറ്റ്, അതുപോലെ ദുഷ്യന്തനും ശകുന്തലയും, അവരൊക്കെ പ്രേമിച്ച് അവിടെ സന്തോഷമായിട്ടിരുന്നോട്ടെ. ഞാൻ ഈ ഷാജഹാനെ മുംതാജിന് ഒരു പ്രാവശ്യം കൂടെ അയക്കുന്നുണ്ട്. അതുപോലത്തെ കുറച്ച് താജ്മഹലും കൂടി എവിടെയെങ്കിലൊക്കെ പണിത് വെക്കട്ടെ. അങ്ങനെ സന്തോഷമായിട്ട് അവർ വേണ്ട പറഞ്ഞ ട്രാജഡി ആയിട്ട് ചാവൊന്നുമില്ല. അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്ന നല്ലൊരു കാലഘട്ടം വരും. അപ്പോൾ പുണ്യാത്മാക്കൾ മാത്രം ജീവിക്കുന്ന നാട്ടിൽ ഞങ്ങൾ ഇടയ്ക്ക് വിസിറ്റിംഗ് വിസയിൽ വന്ന പോലെ ദൈവങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ വരും. അമ്പലങ്ങളില്ലാതെ ഹൃദയം തന്നെ ഒരു അമ്പലമായ ഒരുപാട് പുണ്യങ്ങൾ നേടിയ ഒരുപാട് പുണ്യാത്മാക്കൾ കുറേ കാലമായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ ഭഗവാനെ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായില്ലേ, പഠിച്ചോനെ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായില്ലേ ചോദിച്ചുകൊണ്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഗാന്ധിജി നിങ്ങളൊരു കാര്യം ഓർക്കണം. ആര്? നിങ്ങളൊക്കെ മഹാത്മാവെന്ന് പേര് വെച്ച് നെഞ്ഞത്ത് വെടിയുണ്ട വെച്ച് നിങ്ങൾ ചതിച്ച നിങ്ങളുടെ ഗാന്ധിജിയോട് ഞാൻ പറഞ്ഞു, മഹാത്മാവെ നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾ അടിമച്ചങ്ങലകളായിരുന്ന ഒരുപാട് ഭാരതീയർക്ക് വേണ്ടിയിട്ട് സ്വതന്ത്രം നേടിക്കൊടുത്തു. നിങ്ങൾക്ക് അവരെന്താണ് നൽകിയത്? ഒരു ഉണ്ട. ദൈവം. മഹാത്മാഗാന്ധി ചോദിച്ചാൽ എനിക്ക് വീണ്ടും ഒന്ന് പോകണം, എനിക്ക് ഇന്ത്യ എന്നുള്ള സ്ഥലം തന്നെ മതി, ഞാൻ അവിടെ തന്നെ പോയി ജനിക്കട്ടെ പറഞ്ഞു. മഹാത്മാവെ നിങ്ങൾ ഇന്ത്യയിലേക്ക് USA എവിടേക്ക് വേണമെങ്കിൽ ഞാൻ അയക്കാം, പക്ഷെ എൻ്റെ ഒരു ചോദ്യത്തിനൊരു ഉത്തരം തരൂ. ഇപ്പം അവിടെയുള്ള മനുഷ്യന്മാരില്ലേ, ഇപ്പോഴുള്ള മനുഷ്യന്മാർ നിങ്ങൾ അന്ന് കണ്ട മനുഷ്യന്മാരെക്കാട്ടിലും മോശമാണ്. അന്ന് തന്നെ നിങ്ങൾ ചങ്ങലകളായിരുന്ന നിങ്ങളൊക്കെ ഭാരതീയരനൊക്കെ നിങ്ങൾ ശാന്തി വന്നിട്ട് വിടിപ്പിച്ചു. അവസാനം നിങ്ങൾ അവരെന്താ ചെയ്ത്? വെറുതെ വിട്ടോ? എന്തിന്? കുറേ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് പോയി യേശുവായിട്ട്, എന്നെ എന്താ ചെയ്ത്? എന്തൊക്കെ ചെയ്തു? എന്നിട്ട് എൻ്റെ നല്ല മനസ്സിന് ഓരോരോ വേദനകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവരറിയാതെ ചെയ്യുന്നതാണ്, ഇവരെ വിടണം, ഇവരൊന്നും ചെയ്യരുത്, ഇവർ ചെയ്യുന്ന പാവങ്ങളെ നീ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ വേദനകൾ മുഴുവൻ ഏറ്റുവാങ്ങി ഞാൻ ഇങ്ങോട്ട് വന്നു. എന്നിട്ടും നന്നായില്ല. അതിനേക്കാളും മുമ്പ് ശ്രീകൃഷ്ണൻ വന്നു. ശ്രീകൃഷ്ണൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു ധർമ്മയുദ്ധത്തിന് വേണ്ടി കൂട്ടുനിന്നു. അതിന് ആ കണ്ണിൽ കെട്ടിയിട്ടുള്ളൊരു പെണ്ണുണ്ടാവുന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവല്ലോ, ഗാന്ധാരി. അത് ശപിച്ചിട്ട് കൃഷ്ണൻ്റെ വംശം തന്നെ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഭഗവാന് കൂടി രക്ഷയില്ലാത്ത ഈ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് വരണമെങ്കിൽ പുതിയൊരു യുഗം സൃഷ്ടിക്കണം. ആ യുഗത്ത് മഹാത്മാഗാന്ധിജി, നാരായണ ഗുരുസ്വാമി, അതുപോലെ സലീം, അനാർക്കലി, റോമിയോ, ജൂലിയറ്റ്, അങ്ങനെ കുറേ പ്രണയ ജോഡികൾ, ഇവരെല്ലാം കൂടി സന്തോഷമായിട്ട് അമ്പലങ്ങൾ കല്ലും കൊണ്ട് പണിയതല്ല ഹൃദയം കൊണ്ട് പണിയതാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സുവർണമായ ഒരു ലോകത്തെ ഞാൻ സൃഷ്ടിക്കും. അന്ന് ഞാനും കൃഷ്ണനും നബിയൊക്കെ കൈ പിടിച്ചിങ്ങനെ നടന്ന് ഓരോരുത്തർ ഓരോ സീസണിൽ ഇങ്ങനെ വരും. നിങ്ങളൊക്കെ കണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് പോകും. ഒരു യുദ്ധം ചെയ്യേണ്ട, ജാതി മതമില്ലാത്ത നല്ലൊരു നാടിനെ സൃഷ്ടിക്കാൻ എല്ലാ ലെജൻഡുകളിലും ഒരുമിച്ചൊരു ഇറക്കുക. എന്നിട്ട് അവൻ്റെ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് പുതിയൊരു ലോകം ഉണ്ടാവട്ടെ, ഇപ്പോൾ ഉള്ളവർ മുഴുവനും കാക്കിയാവട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിരിക്കണം പെട്ടെന്നൊരു ഭൂമി കുലുക്കം. അപ്പൊ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ആളില്ലേ, ദൈവത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളില്ലേ, അയ്യോ പടച്ചോനെ ഇതൊക്കെയാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഭൂമി കുലുങ്ങിയ പോലെ. എന്താ അത് ഭൂമി കുലുങ്ങുന്നത് പറഞ്ഞിട്ട് ആളിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോ എന്താ ചോദിക്കേ ഇങ്ങോട്ട് നോക്ക്. ആ കണ്ണ് തുറന്നിട്ട് നോക്കുമ്പോ പുലർച്ചെ നേരം മത്തങ്ങയ്ക്ക് കണ്ണും മൂക്കും മുടച്ച പോലെ അവൻ്റെ അമ്മ ഒരു കപ്പ് കാപ്പി കൊണ്ട്, എണിക്കട വൃത്തികെട്ടവനെ, നേരമെടുത്ത് നീ അറിഞ്ഞില്ലേ എന്ന്. അപ്പോഴാണ് മനസ്സിലായത്, ഈ കഥ പറയണവൻ്റെ അമ്മ. അപ്പോഴാണ് മനസ്സിലായത് ഇതുവരെ ഞാൻ കണ്ടതൊക്കെ സ്വപ്നമാണെന്ന്. അപ്പൊ ഒരു സ്വപ്നത്തിൽ എന്തോരം ഞാൻ കണ്ടു നമ്മന്ന് ആലോചിച്ച് നോക്ക്. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പച്ചക്കറിയാണ്. അമ്മയാണെങ്കിൽ ഉണ്ട അമ്പുവാണ്. അപ്പൊ അമ്പുവിനൊരു ഒരു വലിപ്പം, എൻ്റെ അമ്മയ്ക്കൊരു വലിപ്പം വേണമല്ലോ. അതാണ് കുമ്പളങ്ങ മത്തങ്ങ എന്നൊക്കെ പറയണത്. അതിനുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല. എല്ലാം എനിക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയാണ്. ഈ മത്തങ്ങയാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അപ്പുണ്ട്,
ഈ ഭൂമി കുലുക്കം കഥ നശിപ്പിക്കരുത്. ഈ ഭൂമി കുലുക്കം സംഭവിച്ച പോലെ സംഭവിച്ചില്ലേ, അവിടുന്ന് ഞെട്ടി എണീക്കുമ്പോൾ കാണുന്നത് ആരാ? ഞാൻ എന്നും കാണുന്ന എൻ്റെ അതേ അമ്മ. എണിക്കട വൃത്തികെട്ടോ, തന്നെ നേരം വെളുത്തിട്ട് അറിഞ്ഞില്ല, കുടിക്കട കാപ്പി, എണിച്ചു പോയി വലിയ കടാന്ന്. അപ്പോഴാണ് മനസ്സിലായതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതെൻ്റെ മനസ്സിൻ്റെ ചിന്തയാണെന്നുള്ളത്. അങ്ങനെയുള്ള ചിന്തകളും കൊണ്ട് നടക്കാനാണ് മഹാഭാവി. അപ്പൊ ഇതായി ഉപ്പൊന്ന് നോക്കട്ടെ. അല്ല, അമ്മയ്ക്കും തോന്നുന്നില്ലേ കുറേ വർഷങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം എന്തുകൊണ്ടാണ് ഇത്ര കാലങ്ങൾ കഴിഞ്ഞാൽ ഈ മഹാത്മാവൊന്നും വീണ്ടും ജനിക്കാത്തതെന്ന്? ഞാൻ പറഞ്ഞ കുറച്ച് പേരല്ല, ഇങ്ങുണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, ഭഗത് സിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പഴശ്ശിരാജ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. മുഹമ്മദ് റഫി ഉണ്ട്, ലതാ മങ്കേഷ്കർ ഉണ്ട്, അങ്ങനെ ഒരുപാട് നല്ല ആത്മാക്കള്, നല്ല കലാകാരന്മാര്. ഇത്രേ ചാറുപാടുള്ളതിന് ഇത് കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ണാനൊക്കെ നല്ലതാണ്. അതിൽ ലാസ്റ്റ് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില അത്ര കൂടുതൽ ഇടണം. ഇതിന് മല്ലിയില കഴിഞ്ഞത് കാരണം അത്ര ഇട്ടുള്ളൂ, ഇതിനേക്കാളും കൂടുതലിടും. അപ്പോൾ ഇതാണ്. അപ്പൊ എന്താണ് ഞാൻ കണ്ട സ്വപ്നത്തിന് എനിക്ക് മനസ്സിലായ പൊരുൾ ഞാൻ ഒന്ന് പറയട്ടെ. നമ്മളൊക്കെ ജീവിക്കുന്ന ലോകം ഒരുപാട് വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ബന്ധങ്ങളെ മറന്നുപോകും. പിന്നെ ജാതി, മതം, വർണ്ണങ്ങൾ, നിറം, വലിപ്പം, എന്നല്ലാതെ എല്ലാം നിറഞ്ഞു നിൽക്കണ ഈ ഒരു ഭൂമി. ഇവിടുന്ന് എന്നെന്ന് തുടങ്ങിയിട്ട്, ഞാൻ മുതൽ തുടങ്ങിയിട്ട് ഓരോരുത്തരും അവനവൻ്റെ മനസ്സിലെല്ലാം ഈ അഴുക്കൊന്ന് കഴുകിക്കളയാനാണ് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ ഉപമ പറഞ്ഞത്. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ഉള്ളിൽ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഒരഴുക്ക് അതിൻ്റെ ഉള്ളിലുണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടൊന്നും അല്ല, ഞാനൊരു കഥ പറഞ്ഞതാണ്. അമ്മേൻ്റെ അത്ര കഥ പറയാറില്ലെങ്കിലും ചെറിയൊരു കഥയാണ്. അപ്പോൾ ഈ അഴുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പിഴിഞ്ഞു കളയാതെ നമ്മളൊന്നും പരിശുദ്ധരായ മനുഷ്യരാവില്ല. കറുത്തൊരു പെണ്ണിനെ കണ്ട കറുത്ത പെണ്ണാണ്, കറുത്തൊരു ചെക്കനെ കണ്ട കറുത്ത ചെക്കനാണെന്ന് പറയേണ്ടതൊന്നും ഇരിക്കില്ല. എന്നിട്ട് പറയും കറുപ്പിന് 7 അഴകാണ്, ചുവപ്പിന് 8 ആളുള്ളൂ, അല്ല ചുവപ്പിന് 6 ആളുള്ളൂ, കറുപ്പിന് കണ്ടമാനം അഴകാണെന്നൊക്കെ പറയും. പക്ഷേ അവരങ്ങോട്ട് തിരിയുമ്പോൾ കുറ്റം പറയും. അപ്പം നിറത്തിന് പോലും മാറിക്കിടുന്ന ഈ ഒരു ലോകം. അതുപോലെ തന്നെ ജാതി മതം ഇല്ലയെന്ന് 100 വട്ടം ആയം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാതി മതത്തിൽ മുഴുകിക്കിടക്കുകയായിരിക്കും. അപ്പോൾ ജാതി മതം കൊണ്ടാണ് നമ്മുടെ ഭാരതം പല കഷ്ണങ്ങളായി മാറിയതെന്ന് പണ്ടേ ചരിത്രത്തിൽ പഠിച്ചാലും വീണ്ടും മോഡേണൈസ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇത്രത്തോളം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അത് പഠിപ്പിച്ച് പോയിട്ട് മനസ്സിലാക്കിയവരുണ്ട്. എന്നിട്ടും വീണ്ടും ഒരു കാലഘട്ടം വരുമ്പോൾ, ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം എഡ്യൂക്കേഷനൊക്കെ ഉള്ള ഈ കാലഘട്ടത്ത് വീണ്ടും ജാതിയുടെ പേരിൽ കൊടിപിടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ എന്ത് പഠിപ്പിച്ചു? നമ്മുടെ പുസ്തകം കൊണ്ട് വായിച്ചല്ല വിദ്യാഭ്യാസം. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. മനുഷ്യൻ ഒന്നാണ്. തൊപ്പിയിട്ടാലും ചന്ദനക്കുഴിയിട്ടാലും കുരിശ് ധരിച്ചാലും മനുഷ്യനാണെന്നുള്ള ചിന്തയുണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ കണ്ട സ്വപ്നം പോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും എവിടെയെങ്കിലും പോയിട്ട് പടച്ചവൻ്റെ അടുത്ത് പോയിട്ട് സ്വർഗ്ഗമുണ്ടോ ചോദിക്കുമ്പോൾ പടച്ചവനൊരു കാക്കേനെ കാട്ടിൽ ചിലപ്പോൾ പറഞ്ഞൊന്ന് വരും. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒത്തൊരുമ എന്താണെന്ന് കണ്ടിട്ട് പഠിച്ചിട്ട് പോയോ എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് ഞാൻ കഥ പറഞ്ഞു ചോദിക്കും? എന്തുകൊണ്ട് അമ്മേനെ കൊണ്ട് കഥ പറയാൻ വിട്ടില്ല ചോദിക്ക്? കാരണം വേറെ ഒന്നല്ല, എൻ്റെ കുടുംബാംഗങ്ങളെ ഇന്നലെ മുഴുവൻ ഈ അമ്പുരാണി കടന്നുറങ്ങിയിട്ടില്ല. ഭയങ്കര എന്താ പറയുക, തൊണ്ടവേദന, ക്ഷീണം, ചുമ കാര്യങ്ങളൊക്കെ ആയിട്ട് കടന്നുറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കണ്ണൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ പാവം അമ്പുമ്മയ്ക്കാണെങ്കിൽ നിങ്ങളെ കാണുക തന്നെ വേണം. ഇന്ന് അമ്പുമ്മ ഒരു കഥ പറഞ്ഞാലോ അത് കരയും പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സോട് കൂടി ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഇത് അമ്പുമ്മനെ പോലെ ആയില്ലെങ്കിലും ചെറുതായിട്ടൊരു LKG ചെക്കൻ്റെ ഒരു പരീക്ഷയ്ക്ക് എഴുതുന്ന ഒരു അക്ഷരം പോലെ തെറ്റിയാലും വാടിയാലും പൂവല്ലേ ഫാത്തിമ എന്ന് പറയും പോലെ നിങ്ങളൊന്ന് അംഗീകരിച്ചോളണം. കാരണം അമ്മയ്ക്കൊരു വീഡിയോ വേണം, നിങ്ങളെറ്റ കാണും വേണം. അപ്പോൾ എനിക്കാണെങ്കിൽ പെട്ടെന്ന് എനിക്കൊരു വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മേനെ പോലെ കഥ പറയാമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഒത്തൊരുമയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. മനുഷ്യ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യനാവുക, മനുഷ്യനെ സ്നേഹിക്കുക. അമ്പലങ്ങളും പള്ളികളൊക്കെ വേണം ഒരു നമ്മുടെ ഒരു വിശ്വാസം, ആത്മധൈര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും ഓരോന്നിന് വേണ്ടിയിട്ടാണ്. ഇന്ന വർഗത്തിൽപ്പെട്ടവരാണ്, ഇന്ന ആൾക്കാരാണെന്നുള്ള വ്യത്യാസത്തിൽ നമ്മൾ വരാണ്ടിരിക്കണം. 1947-48 കാലങ്ങളിൽ കഴിഞ്ഞു പോയി. ഈ 2024-25 കടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇതിലേക്ക് തന്നെ വരികയാണെങ്കിൽ എന്ത് പുരോഗമനമാണ് മനുഷ്യ നീ നേടിയത്? നീ വായിച്ച പുസ്തകം കൊണ്ട്, ജ്ഞാനം കൊണ്ട്, ഇന്ന് കാലത്ത് കിട്ടിയ യൂട്യൂബും കൊണ്ടോ അല്ലെങ്കിൽ ഗൂഗിളും കൊണ്ടോ ഫേസ്ബുക്കും കൊണ്ടോ ലോകത്ത് കിട്ടിയ എല്ലാ ആധുനികമായ എല്ലാ സംഭവങ്ങളിലും നീ എന്താണ് പഠിച്ചത് മാനവ? അത്ര തന്നെ.
അത്രേ മനുഷ്യനെ മനുഷ്യനായി സ്നേഹിച്ച് ഈ മനുഷ്യവർഗത്തിൽ ഈ ഭൂമി ഇനി എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഉള്ള കാലം വരെ നമ്മുടെ ആയുസ് അതിന് എത്രയുണ്ടെന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത ഈ കാലത്ത് നന്മയുടെ വടക്ക് തെളിയിച്ച് മുന്നോട്ട് പോവാൻ ഈ അമ്പുവിൻ്റെ ഒപ്പം ഞാൻ എവിടെയെങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ കോളിഫ്ലവറും ആലും കൂടിയുള്ളൊരു കറി. ഇത് വേണമെങ്കിൽ ഇതിൽ എനിക്ക് നെയ്യിൻ്റെ മണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിടില്ല. ലാസ്റ്റ് ഒരു സ്പൂണ് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അതിനൊരു പ്രത്യേക സ്വാദാണെന്ന് അവിടെ ഉണ്ടാക്കുന്നവരൊക്കെ പറയുന്നുണ്ട് കേട്ടാ. കർണാടകയിൽ അങ്ങനെയാണല്ലോ ചിലതിലൊക്കെ നെയ്യ്. അല്ല, എനിക്ക് നെയ്യിൻ്റെ മണം വലിയ ഈ കറിയിലൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പൊ ഇത് നല്ല സ്വാദാണ്. നമുക്ക് നെയ്യില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവിടെ ഉള്ളൊരു ഇത് ലാസ്റ്റ് ഈ മല്ലിയിലൊക്കെ ഇട്ടതിന് ശേഷം നല്ല നെയ്യില്ലേ അത് ഒരു സ്പൂൺ അങ്ങനെ ഇടും. നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നെയ്യിന്റെ മണം എനിക്ക് അത്ര വലിയ താല്പര്യം നെയ്യ് കറികളിൽ. ദോശയിൽ അങ്ങനെയൊക്കെ ഇടും, പക്ഷെ ഇതിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. അപ്പൊ അതാണ് ഇന്നത്തെ കണ്ട കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടിയുള്ള മസാല. ഇത് ഈ നോൺ വെജ് ഒന്നും കൂട്ടാത്തവർക്ക് സൂപ്പർ കറിയായിരിക്കും കേട്ടോ. നല്ല രസമാണ്. അത് ഊണ് കഴിക്കാനും ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റുന്ന കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഉറപ്പ് പറയാം. അപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നാളെ ഫുൾ ഉഷാരോട് കൂടിയിട്ട് കഥ പറയാൻ ഇവൻ വിട്ടില്ല എന്ന് ഇന്നെന്തായാലും പറയില്ല. ഇന്ന് കഥ പറയാണ്ട് ഇവൻ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോയല്ലോ എന്ന് മാത്രമേ അമ്മ പറയുള്ളൂ. അപ്പം അതുകൊണ്ട് തൊണ്ടയ്ക്ക് ഭയങ്കര രാത്രിയൊന്നും എനിക്ക് ഭയങ്കര ഒരു കഫക്കെട്ട് മാതിരി. പെട്ടെന്ന് ക്ലൈമറ്റ് വീണ്ടും മാറിയല്ലോ, ചാരൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ചാരൽ മഴ കൊള്ളണ്ടാന്ന് പറഞ്ഞ അമ്മ വിടൂല്ല, അത് ഇടയ്ക്ക് പോയിട്ട് കൊള്ളുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഊണ് കഴിക്കാൻ വരണോ? അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരി ചിലപ്പോ വെക്കും, അല്ലെങ്കിൽ വെക്കില്ല. അങ്ങനെയാണ്. നാളെ എന്തായാലും ഉഷാറായിട്ട് അമ്മ ഉണ്ടാവും, വരും. അപ്പൊ ബൈ.